ഇത് ടോട്ടലായിട്ട് 8.5 ഏക്കർ വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിനകത്ത് 56 വില്ലാസ് മാത്രമാണ് വരുന്നത്. അത് പോയിട്ട് കോമൺ ഏരിയാസ് ഒത്തിരി അധികമാണ് കേട്ടോ. നമുക്കിതിനകത്ത് ക്ലബ് ഹൗസ് തുടങ്ങിയ ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസും വരുന്ന നീറ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അകത്തേക്കുള്ള റോഡിൻ്റെ വീതി വയ്ക്കുക, നമുക്ക് NH കണക്കുള്ള വീതിയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ്സിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിതാ ഇതിനകത്തേക്കുള്ള ഇൻറ്റേർണൽ മെയിൻ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് നമ്മുടെ വില്ല വരുന്നത്. വില്ല നമ്പർ 12 വിൽപ്പനയ്ക്കുണ്ട്. പുതിയ വില്ലയാണ്, അതായത് അൺയൂസ്ഡ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ആണ്ടൂർക്കോണം ജംഗ്ഷൻ സമീപത്തായിട്ടാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന വഴി ആണ്ടൂർക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് ആപ്സ്റ്റോൺ വില്ലാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിലേക്കുള്ള ബോർഡ് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം വരുമ്പം തന്നെ നമുക്ക് ഈ മെയിൻ ഗേറ്റ് കാണാം. ആ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള റോഡും കരയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഒരു ഇന്റേണൽ റോഡിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡിലോ കയറേണ്ട കാര്യമല്ല. പള്ളിപ്പുറത്ത് നിന്ന് ഈസി ആക്സസ് ആണ്. അതുകൊണ്ട് തന്നെ സൺഡ ക്യാമ്പസിലോ TCSലോ ഇനി അതല്ല ടെക്നോ പാർക്കിൻ്റെ phase 4ലോ ടെക്നോ പാർക്കിൻ്റെ ബാക്കിയുള്ള ഫേസുകളിലോ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. നമുക്ക് ഈ വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഏറ്റവും മേളിൽ നോക്കിയേ, നമുക്ക് ഈ കാണുന്ന പോലെ റൂഫ് അടക്കം ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വീടിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അതുപോകെ നമുക്ക് വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഇങ്ങനെ നല്ല രസമായിട്ട് പാം ട്രീ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലവൃക്ഷങ്ങളും വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഒരു വലിയ മാവും പ്ലാവും നിൽപ്പുണ്ട്. ഇതിൽ ഈ മാവാണെങ്കിൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നോക്കി, ഈ കാണുന്നത് പോലെ കായ്ച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മാവുണ്ട്. അത് പോയിട്ട് കായ്ച്ചു തുടങ്ങിയ ഒരു പ്ലാവും ഉണ്ട്. സാധാരണഗതിയിൽ ഇതുപോലെ 5 സെൻറ്റ് സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലുള്ള വില്ലയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് മരങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്കി, തറ തൊട്ട് കായ്ച്ചു തുടങ്ങി നല്ല അടിപൊളി പ്ലാവൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിലവിൽ അവൈലബിൾ ആണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് കേട്ടോ. ഇതിൻ്റെ വില നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു 1 കോടി രൂപയ്ക്ക് മേളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത്രയൊന്നുമില്ല, നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ വരാന്തയിൽ കയറി സുഖമായിട്ട് ഈ കാണുന്ന പോലെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ആയിട്ട് നമുക്ക് സോഫയൊക്കെ അറേഞ്ച് ചെയ്യാം. ഈ ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. വാഷ് ഏരിയ നമുക്ക് ആ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തേക്കാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കിച്ചൺ വരുന്നത് ഈ കണക്കാണ്. കിച്ചണിൽ നമുക്ക് അത്യാവശ്യമുള്ള വർക്കുകൾ, മോഡുലാർ കിച്ചൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ ആയാലും കുറച്ചധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഒരു ബിൻവെസ്റ്റേക്ക് ആ ഒരു ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇനി മണ്ണ് തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ റോഡിൻ്റെ ഒരു പകുതിക്ക് മേളിലോട്ട് അവിടേക്ക് ഇങ്ങനെ ഗാർഡനിങ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ സ്വന്തം സ്ഥലം പോലെ തന്നെ വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീടിന് വരുന്നത് കേട്ടോ. താഴത്തെ നിലയിൽ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഇതിലായി ഇതുപോലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 പാളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് വെച്ചിട്ടുള്ളത്. അത് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് കമോഡാണ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ 2 ബെഡ്റൂംസ് ആണ് നമുക്ക് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ്. താഴത്തെ ബെഡ്റൂമിന്റെ അതേ വലിപ്പത്തിലുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ അതേ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. സെറ പോലുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഇതായാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതുപോലെ ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനെല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമെല്ലാം ഇതുപോലെ കവേർഡ് ആണ്, അതായത് റൂഫ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെയർ കയറി വീണ്ടും ടെറസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഭാഗവും നമുക്ക് റൂഫ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് നിലവിൽ പുതിയ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വീടുകളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ക്ലബ് ഹൗസ് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളെല്ലാം നമുക്ക് ആക്റ്റീവ് ആവുന്നുണ്ടാവും. നിലവിൽ ക്ലബ് ഹൗസിൻ്റെയൊക്കെ വർക്ക് ഏകദേശം ഫിനിഷായി അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമുക്കൊരു വില്ല പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് ഒത്തിരിയധികം ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള എല്ലാ വീടുകളിലും താമസക്കാരുണ്ട്. നമുക്ക് ഈ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് താമസക്കാരുള്ള രീതിയിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇത് നമ്മുടെ ഒരു മുൻവശത്തേക്കുള്ള ബാൽക്കണി ഏരിയ ശരിക്കും ഇതുപോലെ വലിയൊരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും
നമ്മുടെ മേളിലത്തെ ആ ഒരു വർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില, അതായത് 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വില്ല പ്രോജക്റ്റിനകത്ത് നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോഴത്തേക്കും ഈ വില്ലയ്ക്ക് മാത്രമല്ല ഇതിനകത്ത് കാണുന്ന കോമൺ അമ്യൂണിറ്റീസിനും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു വില കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും വില്ലയ്ക്കകത്ത് വീട് വാങ്ങുമ്പോൾ സാധാരണഗതിയിൽ നല്ല പ്രൈസ് ഹൈക്ക് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ചോദിച്ചിട്ടുള്ള 85 ലക്ഷം രൂപ മാത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.